പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കുരുവിള സാറ് എയർഫോഴ്സിൽ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു യാത്രയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. പക്ഷേ എയർഫോഴ്സ് എന്നുള്ള ആ ഒരു എയർഫോഴ്സ്, നേവി ആയാലും എയർഫോഴ്സ് ആയാലും ആർമിയിൽ അത്ര ഇല്ല എന്നും കേട്ടിട്ടുണ്ട്. നല്ല ആഡംബരമായിട്ടുള്ളൊരു ലൈഫാണ് എന്ന് പൊതുവെയുള്ള ഞങ്ങളുടെയൊക്കെ അറിവ്. അതെന്ത് പറയുന്നു? ആ ക്വസ്റ്റിന് ആൻസർ വളരെ സിമ്പിളാണ്. അത് നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ട് പറയുകയാണ് ആഡംബരമായിട്ടുള്ള ഒരു ലൈഫാണ്. എയർഫോഴ്സിൻ്റെ ലൈഫ് രണ്ട് തരത്തിലാണ്. അതായത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്, പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്, സിംഗിൾ റൂമിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്, ഒരു വീട്ടിൽ 2 പേര് സ്റ്റേ ചെയ്തിട്ടുണ്ട്, 2 ഫാമിലി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് റിട്ടയർ ചെയ്യുന്ന സമയത്ത് 5 ബെഡ്റൂമുള്ള ഹൗസിലും സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആഡംബരം അതാണോ പറയുന്നത്, ഇതാണോ പറയുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് എയർഫോഴ്സ് ഞാൻ പറഞ്ഞാൽ ഇറ്റ്സ് എ മിക്സ് ഓഫ് എവ്രിതിങ്. ഇൻ ദ സെൻസ് യു ഹാവ് എ വെരി ഡീസൻറ്റ് ലൈഫ് ആസ് എൻ ഓഫീസർ. എയർമെൻ്റെ കാര്യത്തിൽ ഇത് അക്കോമഡേഷൻ വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് ഈസ് ടേക്കിംഗ് എ ലോട്ട് ഓഫ് എന്താ പറയുക വെൽഫെയർ മെഷേഴ്സ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ഗെറ്റ് ദി അക്കോമഡേഷൻ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സമയങ്ങളിൽ ബാംഗ്ലൂരിൽ ഞാൻ ഫ്ലൈറ്റ് ടെസ്റ്റ് എഞ്ചിനീയറായിട്ട് ASTയിൽ 1980s പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ എൻറ്റൈറ്റിൽമെൻറ്റ് ഫോർ എ ഹയറിംഗ് ഹൗസ് ഈസ് 1000 റുപ്പീസാണ്. 1000 റുപ്പീസിൻ്റെ ഒരു വീട് അന്ന് പോലും ബാംഗ്ലൂരിൽ ഒരു ഡീസൻറ്റ് ലൊക്കാലിറ്റി കിട്ടില്ല. സോ യു ഹാവ് ടു ഗോ ടു വെരി എന്താ പറയുക ഒരു കുറച്ചും കൂടി നമ്മൾ ഔട്ട്സ്കേർട്സിലോ അവിടെ ഇവിടെയൊക്കെ താമസിക്കേണ്ട ഒരു സ്ഥിതി ബാംഗ്ലൂർ മെട്രോ ഇതിൽ ബോംബെയിലെ നേവിക്കാർക്ക് ഒരിക്കലും തീരാത്തൊരു പ്രശ്നമാണ്. അത് ഇന്നും തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ അവർ ഒരുപാട് കൺസ്ട്രക്ഷൻ ഗവൺമെൻറ് ഇപ്പം സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ സിവിലിയൻ ലൈഫുമായിട്ട് നോക്കുമ്പോൾ ഒരു വലിയ വ്യത്യാസം ആം ഫോഴ്സസിലുള്ളത്. വി കനോട്ട് റെഫ്യൂസ് എ പോസ്റ്റിംഗ്. ഇവിടെ ഒരു പോസ്റ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ, സിവിലിയൻസ് പോസ്റ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ 2 മാസം ലീവ് അങ്ങ് എടുക്കും, അല്ലെങ്കിൽ 5 കൊല്ലത്തേക്ക് ഫോറിനിൽ പോകും. ഞങ്ങൾക്ക് വി കനോട്ട് റെഫ്യൂസ്, വി ഹാവ് ടു മൂവ്. ചിലപ്പോൾ ചില എമർജൻസി അല്ല, ചില ഹ്യൂമനിറ്റേറിയൻ കൺസിഡറേഷനിൽ ചിലപ്പോൾ 1-2 മാസം 12ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് എയർമെൻ്റെ അവർക്ക് വൈഫ്സിന് ചിലപ്പോൾ എഡ്യൂക്കേഷൻ ഒന്നും കാണില്ല. അപ്പം മകൻ 12ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, എക്സാം വരുന്നു, അയാളില്ലെങ്കിൽ അവൻ്റെ ഭാവി മുഴുവൻ പോവും. അങ്ങനത്തെ ഉള്ളൊരു സമയത്ത് ചിലപ്പോൾ 2 മാസമോ 3 മാസമോ ഇത് നീട്ടിക്കൊടുത്തു എന്ന് വരാം. ഇതൊഴിച്ച് ഞങ്ങൾക്ക് ഒരു ഓപ്ഷനില്ല. ലീവ് എടുക്കാനോ പോസ്റ്റിംഗ് റെഫ്യൂസ് ചെയ്യാനോ റിസൈൻ ചെയ്യാനോ ഒന്നും ഒരു ഓപ്ഷനില്ല. അതുകൊണ്ട് ഇതൊരു ആഡംബര ജീവിതമാണെന്ന് പറയുന്നത് ഒരു എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റാണ്. ആഡംബരമാണോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് ഞങ്ങൾ എന്താണ് ഈ 5 ബെഡ്റൂം ഹൗസൊക്കെ ആവശ്യമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് അത് ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഹൗസസ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. മിക്കതും ഇപ്പം ഞാൻ പറഞ്ഞ ഷില്ലോങ്ങിൽ ഞാൻ റിട്ടയർ ചെയ്ത സമയത്ത് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞത് പുതിയ കൺസ്ട്രക്ഷൻസ് ഒന്നും അല്ല. അത് ബ്രിട്ടീഷ് അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് ലിവിങ് ആണ്. ആ ബ്രിട്ടീഷ് അവർ ദേ ഹാവ് കൺസ്ട്രക്റ്റഡ് ഇറ്റ്. അത് ഡിമോളിഷ് ചെയ്തിട്ടില്ല. അതിൽ വി ആർ ഓൾസോ സ്റ്റേയിങ് ദെയർ. ഇപ്പോഴത്തേതെല്ലാം സ്റ്റാൻഡേർഡ് കൺസ്ട്രക്ഷൻ അനുസരിച്ചാണ് ഇപ്പം പുതിയ കൺസ്ട്രക്ഷൻസ് എല്ലാം പോകുന്നത്. ഓരോ റാങ്കിലും ഓരോ പർട്ടിക്കുലർ സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത് തന്നെയാണ് സിവിലിയൻസിനുള്ളതും ഈക്വലൻ്റ് ഇത് തന്നെയാണ് ഉള്ളത്. പിന്നെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഞങ്ങൾക്കുള്ളത്, മിക്ക സ്റ്റേഷൻസിലും വി ക്യാൻ ഗെറ്റ് ദി ഫേർണിഷ്ഡ് ഹൗസ് കിട്ടുമ്പോൾ. ഇപ്പം ബാംഗ്ലൂരൊക്കെ ഞാൻ എൻ്റെ 36 കൊല്ലത്തിൽ ഞാൻ ഇന്നാളൊരു കണക്കെടുത്തു. ഞാൻ എക്സാജറേറ്റ് ചെയ്യല്ല, ഐ ഹാവ് സ്റ്റേഡ് ഇൻ 37 ഹൗസസ്. അപ്പം 37 ഹൗസസിൽ ഞാൻ കണക്കെടുത്തപ്പോൾ 12 ഹൗസസാണ് ഗവൺമെൻറ് ഫേർണിഷ്ഡ് ഹൗസസ്. ബാക്കി സിവിലിയൻ ഇതിലാണ് ചെയ്യുന്നത്. ഈ 12 എണ്ണത്തിൽ തന്നെ ഒരു 5 എണ്ണമെങ്കിലും നമ്മൾ ഹയർ റാങ്കിലായി കഴിഞ്ഞിട്ടാണ്. പലരും എത്താത്ത ഒരു റാങ്കിലേക്ക് ഞാൻ പോയതുകൊണ്ടാണ് അത് കിട്ടിയേക്കുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു വിങ് കമാൻഡറോ മേജറോ കേണലോ
അങ്ങനെയായിട്ടുള്ള ഒരാൾക്ക് ആ റാങ്കിലേക്ക് എത്താത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു അക്കോമഡേഷൻ കിട്ടുകയില്ല. പിന്നെ ഞങ്ങളുടെ മൂവ്മെൻറ്റ്സ് ഒരിക്കലും ഒരിതല്ല. എപ്പോഴാണ് പോകുന്നത്. ഒരു ആക്സിഡൻറ്റ് വന്നാൽ കോർട്ട് ഓഫ് എൻക്വയറിയിലെ മെമ്പറാണെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ട് എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് ഒരു പിടിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഓഫീസേഴ്സ് മെസ്സിൽ ഒരു റൂം ചിലപ്പോൾ അത് കിട്ടും. അവിടെ ഒരു ബെയറർ കാണും, കാരണം നമുക്ക് അവിടെ ഒന്നുമില്ല. അവിടെ അക്കോമഡേഷൻ്റെ കിട്ടിക്കഴിഞ്ഞ് യു വിൽ ഹാവ് ഫുഡ് അറേഞ്ച്മെൻറ്റ്സ്, അങ്ങനത്തെ നമ്മൾ അങ്ങനെ താമസിക്കുന്നു. എൻ്റെ പേഴ്സണലായിട്ട് തന്നെ ഞാൻ മിസൈൽസിലായിരുന്ന സമയത്ത്, രജോക്രിയിലായിരുന്ന സമയത്ത് ഐ വാസ് സെൻറ്റ് ടു ബട്ടിൻഡ, പഞ്ചാബിൽ, ഫോർ SAM-3 ഓഫ് ലോഡിങ്. SAM-3 വരുന്നുണ്ട്. ഞാൻ അസംബ്ലി ഓഫീസറാണ്. ഓഫ് ലോഡിങ് ഓഫ് മിസൈൽസും ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തേക്കാം. അതിൽ ഡാമേജ് ഇല്ലാതെ ഓഫ് ലോഡ് ചെയ്യാൻ ഒരു ട്രെയിൻ ഓഫ് ലോഡ് ചെയ്യണം അവിടെ നിന്ന് പറഞ്ഞ് ഒരു എയർക്രാഫ്റ്റ് ഹാസ് ടേക്കൺ മീ ടു ബട്ടിൻഡ, പഞ്ചാബിൻ്റെ അറ്റത്താണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു മെസ്സേജ് വരുന്നത്, 6 ട്രെയിൻസ് ആർ കമ്മിങ്, ആ 6 ട്രെയിനും ഓഫ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരാം. എന്ന് വെച്ചാൽ ഞാൻ 2 ദിവസത്തേക്ക് പോയത്, ഐ കെയിം ബാക്ക് ആഫ്റ്റർ 3 months. സമ്മർ യൂണിഫോം കൊണ്ട് പോയത് വിൻ്റർ യൂണിഫോം. അവിടത്തേക്ക് വിൻ്റർ യു ക്യാൻ ഇമാജിൻ ഇറ്റ് ഈസ് മൈനസ് ഡിഗ്രീസ് ഒക്കെ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ശനിയാഴ്ച സ്റ്റേഷൻ കമാൻഡറോട് പറഞ്ഞിട്ട് നേരെ ഓടി ഡൽഹിയിൽ വീട്ടിൽ വന്ന് വിൻ്റർ ക്ലോത്തിങ് ഒക്കെ എടുത്ത് രാത്രി തന്നെ അതുപോലെ തന്നെ ട്രെയിനിൽ കയറി പിറ്റേ ദിവസത്തേക്ക് അവിടെ വന്നു. ഈ ട്രെയിൻ എപ്പോഴാണ് വരുന്നതെന്നുള്ളത് അന്ന് കമ്മ്യൂണിക്കേഷനും ഇല്ല. റെയിൽവേയോട് ചോദിച്ചാൽ പറയും അത് ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. ഇങ്ങനത്തെ ഒരു സമയമാണ് ഇന്നത്തെ ഒരു മൊബൈലോ ആ ഒരു സിസ്റ്റം ഒന്നും അല്ല. ഇന്നത്തെ കമ്മ്യൂണിക്കേഷനേ അല്ല അന്നത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇന്നത്തെ ഒരു ആളുകളോട് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇച്ചിരി വിഷമമുണ്ട്. അതിലെന്താ ഇപ്പോൾ നമ്മൾ ഫോൺ ചെയ്താൽ പോരെ ഉപയോഗിക്കുന്ന പോലെ അല്ല. അല്ല സാറേ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്ത് അത് കുറച്ചുകൂടി ബെറ്റർ ലൈഫാണ് എന്നാണ് പറയുന്നത്. അത് ബെറ്റർ ലൈഫ് എന്ന് വെച്ചാൽ അതിനോടുള്ള എന്താ പറയുക, അതിനോടുള്ള ഓഫ് ആൻഡ് ഓൺ ഇത് ചോദിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു സിവിലിയൻ ഒരാൾ 30 കൊല്ലം 35 കൊല്ലം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ FACT റിസൈൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ ഇൻ FACT, ഐ വുഡ് ഹാവ് റിട്ടയർഡ് ആസ് പ്രോബബ്ലി എ ജനറൽ മാനേജർ ഓർ സ്ലൈറ്റ്ലി ഹയർ ആയിട്ട് റിട്ടയർ ചെയ്തേക്കാം. അതെ. പക്ഷേ അതിലുള്ള എൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഞാൻ ഒരേ ഒരു പ്ലേസിൽ എയർഫോഴ്സ് സ്റ്റേഷൻ FACTയിൽ ഞാൻ ചെയ്യും. എൻ്റെ പിള്ളേരെല്ലാം FACT പഠിക്കും. ഒരു വീട് മാറുന്ന ഒരു പ്രശ്നമില്ല, ഒരു സാധനമില്ല. വീട് മാറി അടുത്ത സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല അവിടെ വീട് കിട്ടുകയോ ഇല്ലയോ, ഒരു ചാൻസ് ഇല്ല, ചിലപ്പം വീട് കിട്ടത്തേ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ ബെറ്റർ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞങ്ങളുടേതായിരിക്കും. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഞങ്ങൾക്കൊരു ക്യാമ്പുണ്ട്. ക്യാമ്പിൻ്റെ അകത്ത് ഞങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ദാറ്റ്സ് എ ഗുഡ് വൺ. അത് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ സിവിലിയൻ ചില ക്യാമ്പ്സ്, ഇപ്പം ഞാൻ നോയിഡയിൽ ഐ ഹാവ് സീൻ, ഗുർഗാവിൻ്റെ ക്യാമ്പസ് ഇവിടെയും കാണും. ചില ക്യാമ്പസസ് ആർ വെരി ഗുഡ് സിവിലിയൻ ക്യാമ്പസസ്. അവിടെ നമുക്കൊരു ഫ്ലാറ്റ് അഫോർഡ് ചെയ്യാമെങ്കിൽ, ഇപ്പോഴത്തെ ഒരു ഫ്ലാറ്റിന് 1.5 കോടി 2 കോടി 3 കോടി രൂപ കൊടുത്തിട്ട് അഫോർഡ് ചെയ്യാമെങ്കിൽ അവിടെ കിട്ടുന്ന ഒരു സിറ്റുവേഷൻസ് ഞങ്ങൾക്കും മറ്റിടത്ത് കിട്ടും. അതായത് നമ്മുടെ പിള്ളേർക്ക് സ്കൂൾ അവിടെ തന്നെ കാണും, പിള്ളേർക്ക് അവരുടെ കമ്പനി കിട്ടും, ഇത് കിട്ടും. അതേസമയത്ത് എൻ്റെ പിള്ളേരൊക്കെ 5 മണിക്ക് എണ്ണീറ്റ് സ്കൂളിൽ പോയിട്ടുണ്ട്. ഡൽഹിയിൽ 3 മണിക്കൂർ എടുക്കും സ്കൂൾ ബസ്സും ആർ കെ പുരത്തെത്താൻ. അപ്പം ഈ 3 മണിക്കൂർ അതിങ്ങനെ ചുറ്റിക്കറങ്ങി ആളുകളെ പിക്കപ്പ് ചെയ്ത് അവിടെ ചെല്ലുമ്പോഴത്തേനും 3 മണിക്കൂർ. 8 മണിക്കത്തെ ക്ലാസ്സിന് 5 മണിക്ക് എണ്ണീറ്റ് പോകുന്നു പിള്ളേർ. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേനും എല്ലാവരും ബസ്സിൽ നോക്കിയാൽ പത്തറ്റിക് കണ്ടീഷനാണ്. എല്ലാവരും ഇങ്ങനെ ഉറക്കുക. പിള്ളേർ തിരിച്ചു വരുമ്പോഴത്തേനും 3 മണിയാവും ഊണ്. അപ്പോൾ അത് ഇറ്റ്സ് എ ട്രേഡ് ഓഫ്. നല്ല ഒരു ജീവിതമാണെന്ന് ഞാൻ പറയും. പക്ഷേ ഒരു അഡ്വഞ്ചറസ് ലൈഫ് ഉള്ള ഒരാൾക്ക് നല്ലൊരു ജീവിതമാണ്. ചിലർക്ക് ഇത് ഒട്ടും പിടിക്കത്തില്ല. അങ്ങനെയുള്ളവർ ഒരുപാട് കുറ്റങ്ങളും പറഞ്ഞ് ആം ഫോഴ്സസിനെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ബട്ട് വി വെൻ ത്രൂ ദ ലൈഫ് ഹാപ്പിലി. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കണം. അതുകൊണ്ട് വി ആർ ഹാപ്പി. അത് എയർഫോഴ്സ് വാസ് ഹാപ്പിലി ഫോർ അസ്. വി എൻജോയ്ഡ് ഇറ്റ് ആൻഡ് ഇറ്റ് വെൻ്റ് ഓൺ. ഐ മീൻ റിവാർഡ്സ് ഓൾസോ കെയിം ടു മീ. ഐ വെൻ്റ് അപ്പ് ടു ദ ലെവൽ. സാർ ഹോക്കി പ്ലെയർ ആയിരുന്നു എന്നും കേട്ടിട്ടുണ്ട്.
പണ്ടത്തെ കാലത്ത് ഹോക്കി സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നല്ലോ, ഏകദേശം 5 വർഷത്തോളം സ്ഥിരമായിട്ട് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് കളിച്ചിരുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അന്നത്തെ ഹോക്കി പ്ലെയേഴ്സ് അന്നത്തെ ഒരു കാലഘട്ടത്ത് ഹോക്കിയിലേക്ക് കടന്നു വരാനുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, ഒപ്പം തന്നെ ഇന്നത്തെ ഒരു പ്ലെയേഴ്സ് നേരിടുന്ന ഒരു ബെറ്റർ ആഡംബരം എന്ന് പറയാം. അത് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു പ്ലെയർ ഏകദേശം, ഞാൻ ഇൻറ്ററപ്റ്റ് ചെയ്തതിൽ ബുദ്ധിമുട്ട് തോന്നുന്നില്ല, ഇന്നിപ്പോൾ ഒരു പ്ലെയറിന് ഏകദേശം ഒരു ഗെയിം തന്നെ കളിച്ചാൽ ഒരു വലിയ ലംസം അവരുടെ കയ്യിൽ വന്നു ചേരുകയാണ്. അല്ല, അവിടെ തുടങ്ങാം നമുക്ക് ആദ്യം. അന്ന് കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ടെന്നീസിൽ, റെസ്ലിങ്ങിൽ, ഇതിലൊക്കെ പ്രൊഫഷണൽ ആൻഡ് അമച്വർ എന്ന് പറഞ്ഞ് 2 ഗ്രൂപ്പുണ്ട്. വിംബിൾഡൺ വാസ് ഫോർ അമച്വേഴ്സ് ഉള്ളൂ, പ്രൊഫഷണലായിട്ട് ഇല്ല. ടെന്നീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹോക്കി അതിലൊന്നും പ്രൊഫഷണൽ എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല, എല്ലാം അമച്വറാണ്. അമച്വറും പ്രൊഫഷണലും തമ്മിലുള്ള വ്യത്യാസം, പ്രൊഫഷണൽ എന്ന് പറയുന്നവർ പൈസ വാങ്ങിച്ചാണ് കളിക്കുന്നത്. അപ്പം വേൾഡ് പ്രൊഫഷണൽ ടെന്നീസ് ഇതുണ്ട്, അവർക്ക് പ്രൈസ് മണിയുണ്ട്, ഇതുണ്ട്. മറ്റവർക്ക് ഒരു കപ്പേ ഉള്ളൂ. വിംബിൾഡണിൽ ഒരു കപ്പേ ഉള്ളൂ, വേറെ പൈസ ഒന്നുമില്ല. ഇതാണ് നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ഞാൻ പറയുന്നത് വിംബിൾഡനും ഇതുമൊക്കെ പറയുന്നത്. റെസ്ലിങ്ങിൽ അതുപോലെ തന്നെയാണ്, പ്രൊഫഷണൽ റെസ്ലേഴ്സിന് പൈസ വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്. ഇതാണ് ഹോക്കിയോ ബാസ്ക്കറ്റ് ബേസ്ബോളോ ഫുട്ബോളോ അതിനൊന്നും ഒരു പ്രൊഫഷണൽ ടീമേ ഇല്ല. ഇന്ന് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഒരു കുറച്ചും കൂടി ഒരു എന്താ പറയുക, നമ്മൾ പൈസ വെച്ചിട്ടല്ല പറയുന്നത്. ഇന്ന് എല്ലാവർക്കും പൈസ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ പ്രൊഫഷണൽ ടീം എന്ന് പറയുന്നത് ഞങ്ങളൊരു എസ്റ്റാബ്ലിഷ്ഡ് ടീം എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. അന്നത്തെ പ്രൊഫഷണൽ എന്നുള്ള ഡെഫിനേഷൻ വ്യത്യാസമുണ്ട്. ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, റൂപ് സിംഗ്, ധ്യാൻചന്ദിൻ്റെ ബ്രദറാണ് റൂപ് സിംഗ്. ഇവർ 2 പേരും, ധ്യാൻചന്ദിനെ അറിയാമല്ലോ, അപ്പം ഞാൻ ധ്യാൻചന്ദിൻ്റെ ബ്രദറാണ് റൂപ് സിംഗ്. റൂപ് സിംഗ് മരിക്കുമ്പോൾ റൂപ് സിംഗിൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് മരിച്ചവരാണ്. ഇന്ത്യക്ക് വേണ്ടി 4 അതോ 3 ഒളിമ്പിക്സ് കളിച്ചിട്ടുമുണ്ട്. ഒരൊറ്റ പൈസ ഇല്ല. അന്നത്തെ പല പ്ലെയേഴ്സിൻ്റെ സിറ്റുവേഷനും അങ്ങനെയായിരുന്നു. വേറെ ക്രിമാനി ക്രിക്കറ്റ് പ്ലെയർ, ഒട്ടും കാശില്ല, ഇപ്പോഴും സഫർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള തെണ്ടുൽക്കറും ഇവരുമൊക്കെയാണ് ഇപ്പം പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ബാക്കിയുള്ള പ്ലെയേഴ്സാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് റെമ്യൂണറേഷൻ എന്നുള്ളതല്ലായിരുന്നു അന്നത്തെ കളിയുടെ ഒരിത്. ഈ കോളേജോ സ്കൂളോ വിട്ട് ഒരു ടെന്നീസ് പ്ലെയർ ആകണമെന്ന് വിചാരിച്ച് ആരും പോയിട്ടില്ല. അതായത് വിംബിൾഡണിൽ ഞാൻ ചാമ്പ്യൻ ആകണമെന്ന് വിചാരിച്ച് പോയിട്ടില്ല. ഇന്ന് ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് സ്കൂളും കോളേജും IAS പോലും കളിക്കുന്ന ആളുകൾ, പ്രൊഫഷണൽ കഴിഞ്ഞ് ഡോക്ടർ കഴിച്ച് ഞാൻ ആരുടെയൊക്കെ പേര് മറന്നുപോയി, ആരോൻ്റെ ഇപ്പം ആർക്കിടെക്റ്റ് ഒരാൾ ക്രിക്കറ്റ് ടീമിൽ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഒരാൾ ആർക്കിടെക്റ്റ് ആയിരുന്നത്, പുള്ളി അത് ഉപേക്ഷിച്ച് ക്രിക്കറ്റ് ടീമിലേക്ക് പോയി. ബിക്കോസ് ദാറ്റ് ഈസ് മോർ ലുക്രേറ്റീവ് ഫോർ ഹിം ആസ് എ പ്ലെയർ, മോർ പേയിങ് മോർ ദിസ് തിങ്, ലുക്രേറ്റീവ് തിങ്. അന്ന് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. നമ്മൾ പഠിച്ച് നിങ്ങളുടെ സ്വന്തം നിലയിലായി ആ ഒരു വഴിയിൽ കൂടി ജീവിക്കാൻ പറ്റിയെങ്കിൽ ജീവിക്കുക. അതുകൊണ്ട് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. പിന്നെ സ്റ്റേറ്റ് ടീമിൽ ഞാൻ കളിക്കുമ്പോൾ എൻ്റെ ഡെയിലി ബാറ്റ 8 രൂപയാണ്. 8 രൂപ. പക്ഷേ അന്ന് 1 രൂപയ്ക്കൊക്കെ ഊണ് കിട്ടും. അപ്പം നമ്മൾ 1 രൂപ 1.5 രൂപയ്ക്കൊക്കെ ഊണ് പിടിച്ച് പിന്നെ ആ 8 രൂപയ്ക്കകത്ത് യു ഹാവ് ടു കിറ്റ് യുവർ സെൽഫ്. നമ്മുടെ സോക്സ് വാങ്ങിക്കണം, ഷൂസ് വാങ്ങിക്കണം, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കയ്യിൽ നിന്ന് തന്നെ കൊടുക്കുക. അപ്പോൾ 8 രൂപ എൻ്റെ ഫാദർ യൂസ് ടു ഗിവ് മീ 5 more rupees ഞാൻ സ്റ്റേറ്റ് ടീമിൽ കളിക്കാൻ പോകുമ്പോൾ. അങ്ങനെ 13 രൂപ. ഐ വാസ് വെരി ലക്കി ടു ഹാവ് എ ഗുഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ബാക്കി 8 രൂപയ്ക്കൊക്കെ ഇപ്പം പൂനെയിലൊക്കെ ആണെങ്കിലും അന്നൊക്കെ നമ്മൾ ഒന്ന് കഴിക്കണമെങ്കിൽ അത് അത്രയേ ഉള്ളൂ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ആരും അതിന് മുകളിൽ ചിലവിട്ട് കഴിക്കുന്ന അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ സാറേ, ഇന്നിപ്പോൾ ഈ ഒരു 2 ഘട്ടങ്ങൾ പറഞ്ഞല്ലോ, ഒന്ന് പഴയ ജനറേഷനും ഒന്ന് പുതിയ ജനറേഷനും. അപ്പോൾ ഈ പഴയ ജനറേഷനും പുതിയ ജനറേഷനിലും ഇപ്പോഴത്തെ ഈ IPL കൈകാര്യങ്ങളിൽ പർച്ചേസിങ് ഓഫ് പ്ലേയേഴ്സ് അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ, പർച്ചേസിങ് ഓഫ് പ്ലേയേഴ്സ്, സെല്ലിങ് ഓഫ് പ്ലേയേഴ്സ്. IPLനെ പറ്റി എനിക്ക് വലിയൊരു എൻ്റെ പേഴ്സണലായിട്ടുള്ള വ്യൂ ആണ് ഞാൻ പറയുന്നത്. ആസ് എ പ്ലെയർ നമ്മൾ ഫോറിൻ ആളുകളെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ വേറെ അതിനെ ചെയ്ത്
നമ്മൾ ഒരു ബെറ്റിംഗ് ഇതുപോലെ ആക്കി എങ്ങനെയെങ്കിലും ജയിക്കണം. ഈ എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള എന്താ പറയുക സ്പിരിറ്റ് ഓഫ് ദി ഗെയിം പോയില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അത് ഗെയിംസിന് ഗുണം ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. കാരണം അന്നൊക്കെ ഫോറിനിൽ പോയി കളിക്കാനായിട്ട് ഒരു റഷ്യൻ ടീമിനെയൊക്കെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഇമ്പോസിബിൾ. ഫുട്ബോൾ നമ്മൾ 1956 ഒളിമ്പിക്സിൽ നമ്മൾ അമച്വർ ഒളിമ്പിക്സിൽ നമ്മൾ വി ഹാവ് കം ടു 4th place. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ടീമിലെ മെമ്പേഴ്സിന് ദേ വോണ്ടഡ് ടു പ്ലേ വിത്ത് ദ റഷ്യ ടീം. ഇതിനു മുമ്പ് ഗവൺമെൻറ് സാങ്ഷൻ ഇല്ല. 10 രൂപയാണ് അന്ന്, $10 നമുക്ക് വെളിയിലോട്ട് പോകാനുള്ള സാങ്ഷനുള്ളൂ അന്നത്തെ കാലത്ത്. ഒരാൾ എൻ്റെ ബ്രദർ എന്തിന് 70-ൽ MBBS കഴിഞ്ഞ് വെല്ലൂരിൽ നിന്ന് MS കഴിഞ്ഞ് പുള്ളി പോയപ്പം ഏതാണ്ട് $100 എങ്ങാണ്ട് പുള്ളിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ആയിരുന്നു നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻസ്. അപ്പം ഇപ്പോഴും നമുക്ക് ഈ ബെറ്റർ പ്ലെയേഴ്സിൻ്റെ കൂടെ നിന്ന് കളിക്കുന്നത് എപ്പോഴും ഒരു ഗുഡ് തിങ്, അത് പോസിറ്റീവാണ്. അതുകൊണ്ട് ആ ഒരു പോസിറ്റീവ്നെസ് ഞാൻ കാണുകയും സ്പിരിറ്റ് ഓഫ് ദി ഗെയിം പോയില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ വരികയും ചെയ്യും. ഇതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. വീണ്ടും ഒരുപാട് ഇൻഫർമേഷൻസ് ആയിട്ട് കുരുവിള സാർ നമ്മളോടൊപ്പം ഇത്രയും നേരം ചേർന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും മീറ്റ് ചെയ്യുന്നവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.